ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട്? നോമ്പൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രാമനാട്ടുകാരെ എംഡെല്ലാണ്. നോമ്പൊക്കെ അല്ലേ, ഒരു അത്താഴം കഴിക്കാൻ പോയതാ. മക്കളെ, അത്താഴത്തിന്റെ മെനു കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. പോയപ്പോ ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഈ ഒരു ഐറ്റം കണ്ടോ നിങ്ങള്? കാണുമ്പോ ചട്ടിച്ചോറാന്ന് വിചാരിക്കും, ബട്ട് ഇത് മൈലാഞ്ചി ചോറാണ്. പിന്നെ അതെ, ഒരുപാട് സൈഡോട് കൂടി നമ്മളെ മീൽസും ഉണ്ട്. മീൽസിന്റെ കൂടെ നല്ല ചൂടോട് കൂടിയുള്ള സീ ഫുഡ് ഐറ്റംസും ഉണ്ട്. പിന്നെ അതെ, തലപ്പാക്കെട്ട് ബിരിയാണിയും കല്യാണ ബിരിയാണിയും. ഇതിന്റെ കൂടെ ചൂടോട് കുടിക്കാൻ വേണ്ടിട്ട് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എനിക്ക് എന്തോ അത്ഭുതമായിട്ട് തോന്നി. എല്ലാ ഫുഡ് ഐറ്റംസും ടേബിളിൽ എത്തിയപ്പോൾ നോക്കി നിൽക്കാതെ തന്നെ എന്താ രസം എന്നറിയാം. കാണാൻ ഇത്ര മൊഞ്ചാണെങ്കിൽ കഴിക്കാൻ എന്തായിരിക്കും അല്ലേ? സീ ഫുഡിൽ നമ്മൾ ഓർഡർ ചെയ്തത് കല്ലുമക്കായ, മാന്തള്, മത്തിന്റെ ഒരു ഐറ്റം ആണ് കേട്ടോ. എന്തായാലും ഇതൊന്നും കണ്ട് നോക്കി നിൽക്കാൻ ക്ഷമയില്ലാതെ ഇപ്പച്ചി കഴിക്കാൻ തുടങ്ങിട്ടോ. ഇപ്പച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്മെല്ലടിച്ച് ആരായാലും മയങ്ങിപ്പോവും. പടച്ചോനെ, ഒരു ലെഗ് പീസ് അല്ല ഇപ്പച്ചിന്റെ പ്ലേറ്റിലേക്ക് വീണത്. എന്തായാലും ഇപ്പച്ചി അത് കഴിക്കട്ടെ, നമുക്ക് വേറെയും കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. ദേ, ഇപ്പച്ചി ചൂടോട് കൂടിയുള്ള കല്യാണ ബിരിയാണിയാണ് കേട്ടോ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇപ്പച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു കേട്ടോ. അടുത്തത് ഞാനാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്വന്തം മൈലാഞ്ചി ചോറ്. അതിന്റെ കൂടെ അവര് കോമ്പിനേഷനായിട്ട് പരിപ്പ് കറിയൊക്കെ തന്നിരുന്നു. ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ബീഫും പിന്നെ ഓംപ്ലേറ്റും ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ച് ഗൈസ്. മോനെ, ഏത് മൂട്ട് സാധനാന്നറിയത്? എനിക്കങ്ങോട്ട് ഇഷ്ടായി. നിങ്ങളവിടെ പോവാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഒരു ഐറ്റം. ഈ ഫുഡിന്റെ കൂടെ ഒക്കെ നല്ല ചൂട് പാർന്ന സുലൈമാനി ആയാലോ, അതാകുമ്പോ അത്താഴത്തിന്റെ ആ ഉറക്കാണ്ട് പോയി കിട്ടും. അടുത്തത് ബാദുകാക്ക മീൽസ് ആണ് കേട്ടോ ട്രൈ ചെയ്തത്. അവനക്കാണ് ലാഭം, കുറെ ഡിഷസ് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പിടിച്ചത് നല്ല ബീഫും നല്ല ചിക്കനൊക്കെ ഉള്ള സാധനം. എന്നാൽ അവന്റെ മീൽസിന് ടേസ്റ്റ് കൂടുതലാണോ ഡൗട്ട് ഇല്ലാതില്ല. കാരണം എന്താ, അവന്റെ മീൽസിന് പായസവും ഫിഷ് കറിയും തൈരും താളിപ്പും കൂട്ടുകറിയും ഇതൊന്നും കൂടാതെ സീ ഫുഡ് ഐറ്റംസ് വേറെയും. ഫൈനലി അവൻ കല്ലുമക്കായൊക്കെ ടേസ്റ്റ് ചെയ്യണ കണ്ടിട്ട് എനിക്ക് കൊതിയാവണ്. കല്ലുമക്കായ എനിക്ക് ഇപ്പൊ കിട്ടു വിചാരിച്ച്, ബട്ട് അതവന് ഒരു ഉരുളാക്കിട്ട് വായിലേക്ക് ഇട്ടു ഗൈസ്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ അതേ, ബാദുക്കാക്ക് തലപ്പാക്കെട്ട് ബിരിയാണി ടേസ്റ്റ് ചെയ്തു കേട്ടോ. കൂടെ ഞാനും ടേസ്റ്റ് ചെയ്ത്. റിവ്യൂ നിങ്ങൾ തന്നെ കേട്ടോടി. അത്തായം പറഞ്ഞ മക്കളെ, ഇതാണ് അത്തായം. ഒരു രക്ഷയില്ല ഗൈസ്, വേഗം പോയി. എല്ലാം കഴിഞ്ഞ് 2 മൊജിറ്റോ ഓർഡർ ചെയ്ത്, പൈനാപ്പിളും പാഷൻ ഫ്രൂട്ടും. രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ അത്താഴത്തിന് പോയിട്ട് ഇത്രയും സാധനങ്ങൾ എങ്ങനെ കഴിക്കാന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബാദുകാക്ക പിന്നെ ഹെൽത്തി കുട്ടനായതുകൊണ്ട് സുലൈമാനാണ് കേട്ടോ കുടിച്ചത്. തണുത്തതൊന്നും മൂപ്പരാൾ കുടിച്ചില്ല. അപ്പൊ എല്ലാവരും അത്താഴം കഴിക്കാൻ വേഗം പോകുന്നോളി എംഡയിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.